ദുബായിൽ മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ കല്ലിങ്ക് മോഡൽ ചർച്ച. പരിപാടി നടന്ന രണ്ടിടങ്ങളിലും ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ വിലക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇരു മുന്നണികൾക്കും ഒപ്പം BJP അനുകൂല പ്രവാസി സംഘടനകളും ഗൾഫിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സജീവമാക്കുകയാണ്. ഈ മാസം 18-ന് ദുബായ് ക്രൗൺ പ്ലാസ ഹോട്ടലിലായിരുന്നു സുരേഷ് ഗോപിയുടെ ആദ്യ കൂടിക്കാഴ്ച. സംഘാടകർ വേൾഡ് മലയാളി ഫെഡറേഷൻ. പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമപ്രവർത്തകരെ ക്ഷണിച്ചിരുന്നെങ്കിലും സുരേഷ് ഗോപി സംസാരിക്കുന്നത് പകർത്താൻ പാടില്ല. മാധ്യമപ്രവർത്തകർ ദൃശ്യങ്ങൾ പകർത്തുന്നത് ഒഴിവാക്കി പുറത്തുപോകണമെന്നായിരുന്നു സംഘാടകരുടെ ആവശ്യം. ഇത് സംഘാടകരുമായി വാക്കേറ്റത്തിന്റെ വക്കിൽ വരെ എത്തി. തൊട്ടടുത്ത ദിവസം ദുബായ് ഇന്ത്യ ക്ലബ്ബിൽ കോഫി വിത്ത് SG എന്ന പേരിൽ പരിപാടി. സംഘാടകർ BJP അനുകൂല പ്രവാസി സംഘടനയായ IPF-ന്റെ കേരള ഘടകം. വേദിയിലെത്തിയ സുരേഷ് ഗോപി കലുങ്ക് ചർച്ചയിലെന്ന പോലെ സ്റ്റേജിൽ വിരിപ്പിട്ടിരുന്നു. ദുബൈയിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുമായും അവരുടെ രക്ഷിതാക്കളുമായാണ് ചർച്ച. സംഘാടകർ ക്ഷണിച്ചതനുസരിച്ച് മാധ്യമങ്ങളും പരിപാടിക്കെത്തിയിരുന്നു. എന്നാൽ കുട്ടികളുമായി സുരേഷ് ഗോപി സംവദിക്കുന്നത് ചിത്രീകരിക്കാനോ സംപ്രേഷണം ചെയ്യാനോ പാടില്ലെന്ന് പ്രത്യേക അറിയിപ്പ് വേദിയിൽ മുഴങ്ങി. ക്യാമറ മാത്രമല്ല, ട്രൈപോഡ് പോലും സദസ്സിൽ പാടില്ല. ഒപ്പം സുരേഷ് ഗോപി സംസാരിക്കുമ്പോൾ പിൻ ഡ്രോപ്പ് സൈലൻസ് വേണമെന്നും ആവശ്യം. ഇതോടെ മാധ്യമപ്രവർത്തകർ ഇറങ്ങി പുറത്തുപോയി. തന്ത്രപൂർവ്വം മാധ്യമങ്ങളെ ഒഴിവാക്കി കലുങ്ക് ചർച്ച തുടർന്ന മന്ത്രി കുട്ടികൾക്ക് മധുരപലഹാരങ്ങളും താൻ ഒപ്പിട്ട ഭഗവത്ഗീതയും സമ്മാനമായി നൽകിയതായി IPF വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 2 പരിപാടികളിലും മാറ്റി നിർത്തിയതിന് സംഘാടകർ പിന്നീട് മാധ്യമങ്ങളോട് ഖേദപ്രകടനവും നടത്തി. ഇതേ ദിവസങ്ങളിൽ വികസിതാനന്ദപുരി എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്തിന്റെ വികസനത്തിൽ പ്രവാസികളുടെ അഭിപ്രായം സ്വരൂപിക്കാനെന്ന പേരിൽ മുൻ വിദേശകാര്യമന്ത്രിയും BJP നേതാവുമായ V മുരളീധരനും ദുബൈയിലെത്തി പ്രവാസികളുമായി കൂടിക്കാഴ്ച നടത്തി. എന്നാൽ ഇവിടെ മാധ്യമങ്ങളുമായി ആശയവിനിമയം നടത്താൻ V മുരളീധരൻ സമയം കണ്ടെത്തി. യാസിർ അറഫാത്തിനൊപ്പം ഷിനോദ് ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്.